നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളെന്ന വ്യക്തി എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉത്സാഹമുള്ള, ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിക്കുന്ന, ദൃഢനിശ്ചയമുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ വെല്ലുവിളികളിലും മനസ്സ് തളരാതെ അതിനെ എങ്ങനെയും മറികടക്കുമെന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹമുള്ള, ഊർജ്ജസ്വലരായിട്ടുള്ള വ്യക്തിയായതിനാൽ തന്നെ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം മറ്റുള്ളവരിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരിൽ ഒരു ആത്മവിശ്വാസം നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെയും ദൃഢനിശ്ചയമുള്ള, ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും വളരെ ക്ഷമയോടെ ഇരിക്കാനും അതിനെ എങ്ങനെയും മറികടക്കാനുമൊക്കെ കഴിവുള്ള ആളുകളുടെ എനർജി തന്നെയാണ് കാണുന്നത്. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു ഉത്സാഹമുണ്ട്, ക്ഷമയുണ്ട്. അതേപോലെ തന്നെ വളരെ ശാന്തമായിട്ട് പക്വതയോടെ ഏതൊരു കാര്യത്തെയും നിങ്ങൾ കൈകാര്യം ചെയ്യാറുമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് എപ്പോഴും വിശ്വസ്തനായ ഒരു സുഹൃത്തും അവരെ ഏതൊരു കാര്യത്തിനും പിന്തുണയ്ക്കാൻ തയ്യാറാവുന്ന ഒരാളുമാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ ശക്തരായിട്ടുള്ള, ദൃഢനിശ്ചയമുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ 2 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതായത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു ജോലി നേടുന്നതിലായാലും, ബിസിനസ് തുടങ്ങുന്നതിലായാലും, അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിലായാലും, കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടാനാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, അതിലേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്ന് നിങ്ങളുടെ ഉള്ളിലൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പല ആളുകളിലേക്കും തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു അവസരം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും സന്തോഷ വാർത്തകളായിരിക്കാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം സമാധാനം അനുഭവിക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അതേപോലെ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിൽ പലരും വളരെ കാലമായിട്ട് കാത്തിരുന്ന ഏതോ ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്താൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പലർക്കും സാധ്യമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇനി ഇതുവരെയും നിങ്ങൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ പലർക്കും ജോലി, പഠനം, അതേപോലെ തന്നെ സ്ഥിരതാമസം എന്നിവയ്ക്കൊക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൂടാതെ ദ ഡെവിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നേരായ മാർഗത്തിൽ കൂടി പോവണം, നേരായ മാർഗത്തിൽ ചിന്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളിൽ പലരും. എന്നാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സ് തോന്നിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കാനും, നിങ്ങളെ തെറ്റായിട്ടുള്ള മാർഗത്തിൽ കൂടി പോവാനും ആരോ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് നന്നാവണം, നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലരെ നിങ്ങളെ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വെച്ച് പുലർത്തണം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന, അല്ലെങ്കിൽ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങളിൽ ബുദ്ധിപരമായിട്ട് വളരെയധികം ആലോചിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാണുന്നത്.
കൂടാതെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന, സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിന്ന് പലരും അകന്നു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു സമയത്ത് അത്തരം വ്യക്തികൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനമൊക്കെ നൽകിയ ഒന്നായിരിക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ പ്രണയബന്ധമായിരിക്കാം, ജോലിയായിരിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിത രീതിയായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തെ നിങ്ങളിൽ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രമിച്ചിരുന്നു. എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അത് മാറിയില്ല എന്നുള്ളതാണ് കാണുന്നത്. അതിനാൽ തന്നെ അതിനെ വിട്ട് കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാനായിട്ട് ഇപ്പോൾ നിങ്ങളിൽ പലരും തയ്യാറാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ആ ഒരു കാര്യം ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ നൽകിയത് കൊണ്ട് തന്നെ അതിനെ വിട്ട് കളയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വേദന അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സോടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. വളരെയധികം നിരാശയിൽ, കുറ്റബോധത്തിൽ, അതേപോലെ തന്നെ പല വിധത്തിലുള്ള സംശയങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ചില അവസരങ്ങൾ വന്ന് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങളിലെ നിലവിലെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ മൂലം അത്തരം അവസരങ്ങളെയൊക്കെ തള്ളിക്കളയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷം, സമൃദ്ധി ഇവയൊക്കെ എത്തിച്ചേരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.